കാര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എന്റെ ഈ നേട്ടത്തിന് എനിക്ക് വേണ്ടപ്പെട്ട ആളുകളെയാണ് ഞാനിപ്പോ വിളിച്ച് എന്റെ ചുറ്റും നിർത്തിയിരിക്കുന്നത്. കുറച്ചുനാൾ കഴിഞ്ഞ് നമുക്ക് ഇതിലും വലിയൊരു ഫംഗ്ഷൻ നടത്താം. കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് വരുൺ എന്തായാലും 2 വാക്ക് പറയും. അല്ല, ചേട്ടനെ കുറിച്ച് ഞാനിപ്പോ എന്താ പറയുക? നമ്മുടെ ഈ കഠിനപ്രയം എന്നൊക്കെ പറയില്ലേ, ചില നേരത്തെ എനിക്ക് തോന്നിയിട്ടുണ്ട് ചേട്ടനാണ് ആ വാക്ക് കണ്ടുപിടിച്ചത്. ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചാൽ അതിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ്, വിജയം കണ്ടിട്ടേ മടങ്ങൂ എന്നുള്ളൊരു ഒരു തീരുമാനം, അതിന്റെ റിസൾട്ടാ ചേട്ടൻ ഇപ്പൊ നിൽക്കുന്ന ഈ പൊസിഷൻ. ഫ്യൂച്ചറിൽ ഇതിനേക്കാളും വലിയ നേട്ടങ്ങൾ ചേട്ടൻ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കേട്ടോ? താങ്ക് യു. സച്ചു, ഈ കേക്ക് ഒന്ന് മുറിച്ച് എല്ലാവർക്കും കൊടുത്തേ. ബെറ്റി, രാധികയുടെ കാര്യം പറയുന്നില്ലേ? ഗൈസ്, നമുക്കൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. വരുണിന്റെ ഭാര്യ നല്ലൊരു പാട്ടുകാരി കൂടിയാ. വരുണിന്റെ ഭാര്യ ഒരു സിനിമയിൽ പാടിയിട്ടുമുണ്ട്. ആ പാട്ടിനി പുറത്തു വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അതിനു മുൻപ് രാധികയുടെ പാട്ട് കേൾക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. രാധിക ഒന്ന് പാടിക്കൂടെ? അതെ, നിങ്ങളെ ഞാൻ സമ്മതിച്ചു. പാടുവെന്ന് ചോദിച്ചിട്ട് സ്റ്റേജിൽ കയറി അനൗൺസ് ചെയ്യണ ഒരു രീതി, ഇതിപ്പോ അനൗൺസ്മെന്റ് കഴിഞ്ഞില്ലേ? പാടോ?